പെട്ടുപോവുകയില്ല എന്നുള്ളതാണ്. അതാണ് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറയുന്നത്. എന്താവണം നിങ്ങളുടെ ജീവിത വീക്ഷണം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്നുള്ള തിരിച്ചറിവാവണം നിങ്ങളുടെ ജീവിത വീക്ഷണം. പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാവും. ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആ പ്രതിസന്ധികൾക്ക് മരണം കൊണ്ട് സ്വയം മരണം വരിച്ചുകൊണ്ട് കീഴടങ്ങലാവരുത്. മറിച്ച് ഈ ജീവിതത്തെ ഒരു പരീക്ഷണമാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ഈ ജീവിതത്തെയും മരണത്തെയും പടച്ചവനാണ് അല്ലാഹു. എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും അവൻ പടച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നവൻ എന്ന തിരിച്ചറിവ് നേടുന്നതിന് വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഈ ജീവിതത്തെ സമീപിക്കുന്നവൻ ആരാണ് എന്ന് നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്തിലാഇന് വേണ്ടിയാണ്. പരീക്ഷണമാണ് ജീവിതം. ആ ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഒരു വചനത്തിലല്ല, ധാരാളം വചനങ്ങളിൽ അല്ലാഹു തആല അത് പറയുന്നുണ്ട്. ഇതേ ആശയം തന്നെ സൂറത്തുൽ അംബിയായിലും അല്ലാഹു പറയുന്നുണ്ട്. വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ദുസ്ഥിതി കൊണ്ടും സുസ്ഥിതി കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുകയാണ്. അല്ലാഹു വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന എന്നാണ്. നല്ല അവസ്ഥകൾ നൽകിക്കൊണ്ടും മോശം അവസ്ഥകൾ നൽകിക്കൊണ്ടും അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ എന്നിങ്ങനെ പറയുക സാധ്യമല്ല. എല്ലാ മേഖലകളിലും സുസ്ഥിതിയും ദുസ്ഥിതിയും നൽകിക്കൊണ്ട്, നല്ല അവസ്ഥകളും ചീത്ത അവസ്ഥകളും മോശപ്പെട്ട അവസ്ഥകളും നൽകിക്കൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. മേൽപ്പറഞ്ഞ ഖുർആൻ വചനങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, യബ്തലീകുമുല്ലാഹു ബിശ്ശിദ്ദത്തി വറഖാ. അല്ലാഹു തആല ക്ഷാമം കൊണ്ടും ക്ഷേമം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ക്ഷേമം മാത്രമല്ല, ക്ഷാമവും വരും. അങ്ങനെ ക്ഷാമം കൊണ്ടും ക്ഷേമം കൊണ്ടും നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കുകയാണ്. വസ്സിഹത്തി വസ്സഖം. നിങ്ങൾ അല്ലാഹു രോഗം കൊണ്ടും ആരോഗ്യം കൊണ്ടും പരീക്ഷിക്കുകയാണ്. ആരോഗ്യം മാത്രമല്ല, രോഗത്തിൻ്റെ കാലയളവ് നിങ്ങൾക്ക് വരും. വൽ ഗിനാ വൽ ഫഖർ. ഐശ്വര്യം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ നൽകിക്കൊണ്ട് ക്ഷാമം നൽകി ക്ഷേമം നൽകി, ആരോഗ്യം നൽകി രോഗം നൽകി, ഐശ്വര്യം നൽകി ദാരിദ്ര്യം നൽകി അല്ലാഹു തആല മനുഷ്യന് സുസ്ഥിതിയും ദുസ്ഥിതിയും നൽകിക്കൊണ്ട് മനുഷ്യനെ പരീക്ഷിക്കുമെന്ന് ഖുർആനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യനായ ഇമാം ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് വിശ്വാസിക്ക് ഈ പരീക്ഷണം? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാണല്ലോ വിശ്വാസി എന്ന് പറയുന്നത്. പക്ഷേ ഈ പരീക്ഷണത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ഈ ലക്ഷ്യമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ. സത്യവിശ്വാസിക്ക് പരീക്ഷണം ആഗതമായി കൊണ്ടേയിരിക്കും. സത്യവിശ്വാസിയുടെ ഫീ നഫ്സിഹി, അയാളുടെ ശരീരത്തിൽ, വവലദിഹി, അയാളുടെ സന്താനങ്ങളിലും, വമാലിഹി, അയാളുടെ സമ്പത്തിലും. അയാളുടെ ശരീരത്തിലും സന്താനങ്ങളിലും സമ്പത്തിലും പരീക്ഷണമായിക്കൊണ്ടേയിരിക്കും. ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ. യാതൊരു പാപവുമില്ലാതെ അള്ളാഹുവിനെ അയാൾ കണ്ടുമുട്ടുന്നത് വരെ. അതിനാണ് അല്ലാഹു തആല ഈ വിശ്വാസിയിൽ നിന്ന് അയാളിൽ സംഭവിച്ചു പോയ സ്ഖലിതങ്ങളെ, പാപങ്ങളെ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് ഈ പരീക്ഷണം എന്ന് പറയുന്നത്. ഹത്ത ശൗക്കത യുഷാഖുഹാ എന്ന് പറഞ്ഞില്ലേ? ഒരു സത്യവിശ്വാസി ഒരു മുള്ളു തറക്കുന്നുവെങ്കിൽ അതിലൂടെ പോലും അയാളുടെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. വിശ്വാസിക്ക് പരീക്ഷണം എന്ന് പറയുന്നത് അയാളിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ മായ്ച്ചു കളയുന്നതിന് വേണ്ടിയാണ് പരീക്ഷണമെന്ന് പറയുന്നത്. ഈ ബോധമാണ് സഹോദരങ്ങളെ ആത്മഹത്യയിലേക്ക് വീഴാതിരിക്കുവാൻ
ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ബോധം, അതല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്. പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഈ ജീവിതത്തെ പരീക്ഷണമാണ് തിരിച്ചറിയുകയാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമതായി വേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അഥവാ അള്ളാഹുവിൻ്റെ ഖലാഇലും ഖദറിലുമുള്ള വിശ്വാസമാണ്. അള്ളാഹുവിൻ്റെ ഖലാഇലും ഖദറിലുമുള്ള അടിയുറച്ച വിശ്വാസം. വിശുദ്ധ ഖുർആൻ എത്രയോ വചനങ്ങളിലല്ലേ അത് പറഞ്ഞിട്ടുള്ളത്? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ദുരിതവും ബാധിക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾക്കൊരു ദുരിതവും ബാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ബാധിച്ച ദുരിതങ്ങളെല്ലാം തന്നെ ആ ദുരിതങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് അല്ലാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിശ്ചയം അല്ലാഹു തആലക്ക് അതൊക്കെ വളരെ എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നുള്ള ബോധം, അതാണ് ഖലാഇലും ഖദറിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ധാരാളം സ്ഥലങ്ങളിൽ ഇതേ ആശയം ഖുർആൻ പറയാൻ. സൂറ അൽ ഹദീദിൽ അല്ലാഹു പറയാണ്, ലികൈ ലാ തഅസു വലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് നിരാശ ബാധിക്കാൻ പാടില്ല. എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് പാഴായിപ്പോയല്ലോ എന്നോർത്തുകൊണ്ട് നിങ്ങൾക്ക് നിരാശ ബാധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. നിശ്ചയം അല്ലാഹു തആല പൊങ്ങച്ചക്കാർ, അഹംഭാവികളായ ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നവനല്ല. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ ദാസന്മാരുടെ, യഥാർത്ഥ ദാസന്മാരുടെ അടയാളം അവർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ ദുഃഖിക്കുകയോ അവർക്ക് ലഭിച്ച കാര്യങ്ങളിൽ അവർ അമിതമായി സന്തോഷിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് കീഴൊതുങ്ങുക, അള്ളാഹുവിൻ്റെ ഖലാഇനും ഖദറിനും കീഴൊതുങ്ങുക എന്നുള്ളതാണ്. പ്രതിസന്ധികളെ അതിജീവിക്കാനും ആത്മഹത്യ പോലുള്ളവയിൽ വീണു പോവാതിരിക്കാനുമുള്ള രണ്ടാമത് നമുക്കുണ്ടായിരിക്കേണ്ടുന്ന അടിയുറച്ച ബോധ്യമെന്ന് പറയുന്നത്. ഈ ബോധ്യത്തെ വിശദീകരിച്ചുകൊണ്ട്, ഈ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായികി ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള് ബി 50000 സന. അല്ലാഹു തആല ആകാശഭൂമികളുടെ ഖദറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളിലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അല്ലാഹു തആല 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ രേഖപ്പെടുത്തി വെച്ചു എന്നല്ല, 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല ആകാശഭൂമികളുടെ തീരുമാനങ്ങൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, ആകാശത്തും ഭൂമിയിലുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളിലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അള്ളാഹു 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖലാഇലും ഖദറിലുമുള്ള അടിയുറച്ച വിശ്വാസമാണ് രണ്ടാമതായിട്ട് വേണ്ടത്. അതോടൊപ്പം തന്നെ ഒരിക്കലും നിരാശ ബാധിക്കാൻ പാടില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, സമൂഹത്തിൽ പ്രതിസന്ധികളുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ മാറ്റങ്ങളുണ്ടാവുമെന്നുള്ള ചിന്ത, മാറ്റങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസത്തോടു കൂടി കർമ്മനിരതമായി കാത്തിരിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രതിസന്ധികൾ അതിജീവിക്കാൻ നമുക്ക് വേണ്ടത്. മാറ്റങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെ സംബന്ധിച്ചുള്ള കഠിനമായ ആലോചനകളുണ്ട്. അപ്പോഴും കർമ്മനിരതമായി നിരാശ ബാധിക്കാതെ കാത്തിരിക്കുക. ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതുപോലുള്ള ജീവഹാനികളിൽ അകപ്പെട്ടു പോവില്ല എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തയഅസൂ മിർ റൗഹില്ലാ. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ ഒരു ഘട്ടത്തിലും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരാവുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ, മരണത്തിന്റെ 3 ദിവസം മുമ്പ് സ്വഹാബിമാരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുദ്ദന്ന ബില്ലാഹി അസ്സ വജൽ. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. സാധാരണ ആത്മഹത്യയിലൊക്കെ അഭയം തേടുന്ന ആളുകൾ പടച്ചോനെക്കുറിച്ച് നല്ല വിചാരത്തോടു കൂടിയാണോ മരിച്ചു പോകുന്നത്? അവർ മാത്രമല്ല, അള്ളാഹിനെക്കുറിച്ച് നല്ല വിചാരത്തോടു കൂടിയല്ലാതെ മരിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാതെ അള്ളാഹു അയാളുടെ മുമ്പിൽ വരച്ചിട്ടുള്ള പ്രതിസന്ധികളെ മാത്രം കാണുന്ന എത്രയോ മനുഷ്യർ.
അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. റസൂലുള്ള പറയാൻ എപ്പോൾ പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ 3 ദിവസം മുമ്പ്, വഫാത്തിനോടനുബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകുന്ന വസിയ്യത്തുകൾ ഏറെ ഗൗരവപ്പെട്ടതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല വിചാരത്തോടു കൂടിയല്ലാതെ നിങ്ങൾ മരിച്ചു പോവാൻ പാടില്ല. എന്ത് ക്ലേശങ്ങൾ വന്നാലും ഒരു ഘട്ടത്തിലും മരണത്തെ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും ഞാനൊന്ന് മരിച്ചു പോയെങ്കിൽ എന്നാഗ്രഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാവണം വിശ്വാസിയുടെ നിലപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്ന അഹദകുമുൽ മൗത്ത്. നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാനേ പാടില്ല. ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദ്. അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അയാൾ നന്മ ചെയ്യുന്ന മനുഷ്യനാവും, ഒരുപാട് പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഇനിയും ജീവിതത്തിൽ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ആ പുണ്യങ്ങൾ അയാൾക്ക് വർദ്ധിപ്പിക്കാമല്ലോ. ഒരു സത്യവിശ്വാസി എന്തിന് മരണത്തെ ആഗ്രഹിക്കണം? ഒരു സത്യവിശ്വാസി അയാൾ നന്മകൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് ആ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാമല്ലോ. ഫലഅല്ലഹു യസ്ദാദ് വയമ്മാ മുസീഅൻ ഫലഅല്ലഹു യസ്തഅതിബ്. ഇനി വല്ല പാപങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടി ആയുസ് ലഭിച്ചാൽ പശ്ചാത്തപിച്ച് മടങ്ങാമല്ലോ. ആയുസ് എപ്പോഴും സത്യവിശ്വാസിക്ക് ഗുണകരമാണ്. അതുകൊണ്ട് മരണത്തെ ആഗ്രഹിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ. വേറൊരു വചനത്തിൽ റസൂൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യതമന്നാ അഹദകുമുൽ മൗത്ത്. നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കാനേ പാടില്ല. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അയ്യതിയഹു. ആ മരണം വരുന്നതിൻ്റെ മുമ്പ് ആ മരണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനും പാടില്ല. പടച്ചോനെ ഒന്ന് മരിച്ചു പോയെങ്കിൽ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ. കാരണം എന്താ? ഇന്നഹു ഇദാ മാത അഹദുകും ഇൻഖത അമലുഹു വഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ. നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാളുടെ കർമ്മങ്ങൾ നിലച്ചു പോവുകയാണ്. പിന്നെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ല, പിന്നെ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ നോമ്പെടുക്കാനോ ദിക്ർ ചൊല്ലാനോ കഴിയില്ല, പിന്നെ അയൽക്കാരെ സ്നേഹിക്കാനോ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ കടപ്പാടുകൾ പൂർത്തീകരിക്കാനോ മാതാപിതാക്കളോടുള്ള ബിർ നിർവഹിക്കാനോ ഒന്നും സാധ്യമല്ല. ഇതൊക്കെ മരണം വരെയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിശ്ചയം നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കർമ്മങ്ങൾ നിലച്ചു പോവുകയാണ്. അതുകൊണ്ടൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആയുസ് നന്മയല്ലാതെ അയാൾക്ക് വർദ്ധിപ്പിക്കുന്നില്ല. ഒരു സത്യവിശ്വാസിക്ക് അയാളുടെ ആയുസ് നന്മയല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. ഇനി ഒരു മനുഷ്യൻ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതുപോലുള്ള ഒരു രോഗം, വല്ലാത്ത ഒരു രോഗം, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരാൾ കഷ്ടപ്പെടുമ്പോഴും അവിടെയും മരണം ആഗ്രഹിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഒരു പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നുണ്ട്. ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ലാ യതമന്നയന്ന അഹദും മിൻകുമുൽ മൗത്ത് ലിദുർരിൻ നസല ബിഹി. ഒരാളിൽ ഇറങ്ങിയിട്ടുള്ള ദുരിതത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ കഠിനമായ രോഗത്തിൻ്റെ പേരിൽ നിശ്ചയം നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല. ഫൈൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ ലിൽ മൗത്ത്. ഒരാൾക്ക് മരണത്തെ ആഗ്രഹിക്കാതെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണെങ്കിൽ, അതിന് മാത്രം ക്ലേശം, അതിന് മാത്രം കഠിനമായ വേദനകളുള്ള രോഗം, ഇങ്ങനെയുള്ള ഒരവസ്ഥ വന്നാൽ ഫല്യഖുൽ, അയാൾ പറയട്ടെ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി. പടച്ചവനെ, ഈ ജീവിതം എനിക്ക് ഉത്തമമാവുന്ന കാലത്തോളം എനിക്ക് ജീവിതം നൽകണമേ. വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. പടച്ചവനെ, എനിക്ക് മരണം ഉത്തമമാവുന്ന സമയത്ത് എനിക്ക് മരണം നൽകണമേ. എനിക്ക് ഈ ജീവിതം ഉത്തമമാവുന്ന കാലത്തോളം എനിക്ക് ജീവിതം നൽകണമേ. എനിക്ക് മരണം ഉത്തമമായ സമയത്ത് എനിക്ക് നീ മരണം നൽകണമേ. അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. ഗതി മുട്ടിക്കഴിഞ്ഞാൽ പോലും ആ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. സഹോദരങ്ങളെ, ആത്മഹത്യയെ ഒരു വൻ പാപമായിട്ടാണ് വിശുദ്ധ ഖുർആനും പറയുന്നത്, തിരുസുന്നത്തും പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്തുലൂ അൻഫുസക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സ്വയം വധിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻദോഷങ്ങൾ എണ്ണി പറഞ്ഞു. അൽ കബായിർ വൽ ഇശ്റാഖു ബില്ലാഹ്. വൻദോഷങ്ങളിൽ ഒന്നാമത്തേത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. 2 വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കലാണ്. വഖത്ലുൻ നഫ്സ്,
അതുപോലെ ഒരു മനുഷ്യൻ സ്വന്തത്തെ കൊല്ലുക എന്നുള്ളതാണ്, ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് വൻദോഷമായിട്ട് പറഞ്ഞു വഖത്തുലുൻ നഫ്സ്, സ്വന്തത്തെ കൊല്ലുക എന്നുള്ളതാണ്. വൽ യമീനുൽ ഖമൂസ്, കള്ളസാക്ഷ്യം നിർവഹിക്കലാണ് നാലാമത്തേത്. വൻദോഷങ്ങളിൽ ഒന്നായിട്ടാണ് ആത്മഹത്യയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. ആത്മഹത്യയോടുള്ള അമർഷം ജനങ്ങളെ അറിയിക്കാനായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് അയാളെ പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജനാസ കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി നിസ്കരിച്ചില്ല. സ്വഹാബിമാരോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളി. ആത്മഹത്യയോടുള്ള അമർഷം പ്രവാചകൻ പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഉത്തിയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ്റെ മൃതദേഹം കൊണ്ടുവന്നു. ഖതല നഫ്സഹു ബിമശാഖിസ, ആയുധം കൊണ്ട് ശരീരത്തെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ മൃതദേഹം റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഫലം യുസല്ലി അലൈഹി, റസൂലുള്ളാഹി ആ മനുഷ്യൻ്റെ മേൽ നിസ്കരിച്ചില്ല. നിസ്കരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ പ്രവാചകൻ അമർഷം അറിയിക്കുകയാണ്, സഹാബിമാർക്ക് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ട് ആ നമസ്കാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എത്രമാത്രം വലിയ പാപമാണ്, പാതകമാണ് എന്ന് തൻ്റെ ശിഷ്യഗണങ്ങളെ, സ്വഹാബിമാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, വലിയ ശിക്ഷയാണ് നാളെ ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഈ പാതകം ചെയ്ത ആളുകൾ വലിയ ശിക്ഷയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. ജുൻദുബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാൻ, കാന ബിറജുലിൻ ജിറാഹ്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വലിയ മുറിവ് പറ്റി. വഖതല നഫ്സ, അങ്ങനെ അയാൾ വേദന കൊണ്ട് ശരീരത്തെ അങ്ങ് കൊന്നു. ഫഖാല അല്ലാഹു തആല ഈ ഘട്ടത്തിൽ പറഞ്ഞു, ബദറനി അബ്ദി ബിനഫ്സി, എൻ്റെ അടിമ അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ ധൃതി കാട്ടിയിരിക്കുന്നു. ഹറംതു അലൈഹിൽ ജന്ന, അതിനാൽ ഞാൻ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ എൻ്റെ അടിമ ധൃതി കൂട്ടിയതിനാൽ അയാൾക്ക് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കി എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി അയാൾ നരകത്തിൽ അനുഭവിക്കുന്ന ശിക്ഷ എന്താണെന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലദീ യഖ്നുഖുഹാ ഫിന്നാർ, സ്വയം ശ്വാസം മുട്ടിച്ചുകൊണ്ട് സ്വന്തത്തെ കൊലപ്പെടുത്തിയ അയാൾ നരകത്തിൽ ശ്വാസം മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നരകത്തിൽ അയാൾ ശ്വാസം മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വല്ലദീ യത്അനുഹാ ഫിന്നാർ, ശരീരത്തെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ട് സ്വയം കൊലപ്പെടുത്തിയ ആത്മഹത്യ ചെയ്തയാൾ, അയാൾ നരകത്തിൽ ശരീരത്തെ കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ വേദന ആ നരകാഗ്നിയോടൊപ്പം അയാൾ അനുഭവിക്കുകയാണ്. മറ്റൊരു ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല നഫ്സഹു ബിഹദീരത്തിൻ ഉസ്ദിബ ബിഹി ഫീ നാരി ജഹന്നം, ആരെങ്കിലും സ്വശരീരത്തെ ഇരുമ്പ് കൊണ്ട് കൊലപ്പെടുത്തിയാൽ നരകാഗ്നിയിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നതാണ്. കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, ഒരു മലയിൽ നിന്ന് ചാടി ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാൾ നരകത്തിലാണ്, സംശയിക്കണ്ട. പക്ഷേ നരകത്തിൽ അയാൾ ശാശ്വതമാണ്. എങ്ങനെ? അയാൾ പർവ്വതത്തിൻ്റെ മീതെ നിന്ന് താഴേക്ക് ചാടിക്കൊണ്ട് തന്നെ അയാൾ നരകത്തിൽ ശാശ്വതമാണെന്ന് പറയാൻ. ഒമൻ തഹസ്സാ സമ്മൻ, ആരെങ്കിലും വിഷം കഴിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഫഖതല നഫ്സഹു, വിഷം കഴിച്ചുകൊണ്ടൊരാൾ സ്വന്തം ശരീരത്തെ വധിച്ചാൽ ഫസമ്മുഹു ഫീ യദി, അയാളുടെ ഈ വിഷം അയാളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ, നരകത്തിൽ ശാശ്വതമാണ് അയാൾ. നരകാഗ്നിയിൽ അയാൾ നരകാഗ്നിയുടെ വേദനയോടൊപ്പം തന്നെ ഈ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആത്മഹത്യയുടെ ആ പ്രവൃത്തി അയാളെ ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ശാശ്വതമായിട്ടുള്ള നിദ്രയിലേക്ക്, അതല്ലെങ്കിൽ ജീവിതമില്ലാത്തൊരവസ്ഥയിലേക്ക് വഴിമാറാനാണ് അത് ചെയ്യുന്നത്. പക്ഷേ ജീവിതമില്ലാത്തൊരവസ്ഥയിലേക്കല്ല, ശാശ്വതമായ ജീവിതത്തിലേക്കാണ് ഇത് തിരിച്ചു പോകുന്നത്. ആ ശാശ്വതമായ ജീവിതം ശാശ്വതമായ നരകശിക്ഷയായി മാറാതിരിക്കാനുള്ള ജാഗ്രത വേണമെങ്കിൽ സമൂഹത്തെ തീർച്ചയായിട്ടും ഗൗരവത്തിൽ തന്നെ ഈ പാതകത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. വമൻ ഖതല നഫ്സഹു ബിഹദീദ, ഒരു ഇരുമ്പ് ദണ്ഡ് കൊണ്ടോ അതല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആയുധം കൊണ്ടോ സ്വശരീരത്തെ കൊലപ്പെടുത്തിയാൽ ഫഹദീദതുഹു ഫീ യദിഹി, അയാളുടെ
കരത്തിൽ എപ്പോഴും ആ ഇരുമ്പ് ദണ്ട് നാളെ പരലോകത്തിലുണ്ട്, നരകത്തിലുണ്ട്. യജഉ ബിഹാ ഫീ ബത്നിഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. നരകത്തിൽ ആ ഇരുമ്പ് ദണ്ട് കൊണ്ട് അയാളുടെ വയറ്റത്തിൽ അയാൾ കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ? നരകത്തിൽ ശാശ്വതമായ അവസ്ഥയിൽ, എപ്പോഴും ഒരു മുക്തിയും വിമോചനവും ഇല്ലാത്ത അവസ്ഥയിൽ, നരകത്തിൽ അയാൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ, അയാൾ എന്ത് നിലയിലാണോ ആത്മഹത്യ ചെയ്ത്, വിഷം കഴിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, മലമുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടാണെങ്കിൽ അങ്ങനെ, ഉയരത്തിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടാണെങ്കിൽ അങ്ങനെ, കത്തി കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ വയറിന് കുത്തി പരിക്കേൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഞരമ്പ് മുറിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ, ഇങ്ങനെയാണോ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, ആ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിൽ ശാശ്വതമായി നരകത്തിൽ അയാൾ ജീവിക്കേണ്ടി വരുമെന്ന് സ്വഹീഹായ ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുള്ളതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്കും ഖുർആനിലേക്കും കൂടുതൽ അടുക്കുകയാണ് പരിഹാരം. നമുക്കറിയാം, ഇന്നലകളിൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യകളുടെ അനുപാതം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു ആത്മഹത്യകളുടെ അനുപാതം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അവസ്ഥകളും സാഹചര്യങ്ങളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളിലും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ, ചെറുപ്പക്കാരുടെയൊക്കെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യ മാത്രമല്ല, ആത്മഹത്യ എന്ന സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ, കൗമാരപ്രായക്കാരായ കുട്ടികൾ മാതാപിതാക്കളോട് അത് വേണം, ഇത് വേണം, ലാപ്ടോപ്പ് വേണം, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ വേണം എന്നൊക്കെ പറഞ്ഞ് കിട്ടാതായി കഴിഞ്ഞാൽ കിട്ടാത്തതിൻ്റെ പേരിൽ കൗമാരപ്രായക്കാർ ആത്മഹത്യ ചെയ്യുന്നു. വേണ്ട പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. അതേപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയകളുടെ പിടിയിൽ അകപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളോട് പണം ചോദിച്ചിട്ട് പണം കിട്ടാതെ പോകുമ്പോൾ അവിടെയും ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ കച്ചവടം ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ അവസ്ഥ, സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടല്ലേ ചെയ്യേണ്ടത്. കച്ചവടം ചെയ്യാൻ വേണ്ടിയും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും ഭാരിച്ച സംഖ്യകൾ ലോൺ എടുത്തുകൊണ്ട് കടത്തിൽ മുങ്ങിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക സമൂഹത്തിൽ പോലും അത്തരം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അനുപാതം കുറവാണ് മറ്റുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. പക്ഷേ മുമ്പൊന്നും ഇല്ലാത്ത വിധം തോത് വർദ്ധിക്കുന്നുണ്ട്. ഈ സമുദായത്തിലും ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒരേ ഒരു പരിഹാരം, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരിഹാരങ്ങളിൽ ഒന്ന്, നാം മേൽപ്പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മിതത്വത്തിൻ്റെ ജീവിതശൈലി വളരെ പ്രധാനമാണ്. മിതത്വത്തിൻ്റെ ജീവിതശൈലി പഴയ കാലത്ത് നമ്മുടെ മുതിർന്ന ആളുകൾ, കാരണവന്മാർ ജീവിച്ച ആ ചിട്ടയോടുകൂടി ജീവിക്കുവാൻ, ആ സാമ്പത്തികമായ അച്ചടക്കത്തോട് കൂടി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന രീതിയിലുള്ളതോ അല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ആത്മഹത്യയുടെ ഈ ആഴങ്ങളിലേക്ക് മനുഷ്യന് ആണ്ടുപോവേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ മനുഷ്യൻ നശിച്ചു പോവുകയാണ്. പൊങ്ങച്ചത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയാണ്. വലാ തുബദ്ദിറ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ യഖ്വാന ശയാത്വീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. നിങ്ങൾ ധൂർത്തടിക്കാൻ പാടില്ല. നിശ്ചയം ധൂർത്തന്മാരെ പിശാചിൻ്റെ കൂട്ടാളികളാണ്. നിശ്ചയം പിശാച് അള്ളാഹുവിനോട്, രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് അറബി ഭാഷയിൽ ഇൽമുൽ ഇഖ്തിസാദ് എന്നാണ് പറയുക. ഇൽമുൽ ഇഖ്തിസാദ്, ഇഖ്തിസാദിൻ്റെ വേറൊരു അർത്ഥം എന്ന് പറയുന്നത് മിതത്വം എന്നുള്ളതാണ്. മിതത്വമാണ് ഇഖ്തിസാദ്. അൽ ഇഖ്തിസാദു ഫിൽ ഐശി നിസ്ഫുൽ മഈഷ. ഓക്കെ, നിങ്ങൾ അൽ ഇഖ്തിസാദു ഫിൽ ഐശി നിസ്ഫുൽ മഈഷ. ഈ സാമ്പത്തിക രംഗത്തുള്ള മിതത്വം എന്ന് പറയുന്നത് ഉപജീവനത്തിൻ്റെ പകുതിയാണ്. മിതത്വമുണ്ടെങ്കിൽ നമ്മൾ പകുതി നമുക്ക് ജീവിക്കാൻ കഴിയും. പിന്നെ പകുതി മതി നമ്മുടെ സമ്പാദ്യം. പകുതി മിതത്വമാണ് നമുക്ക് നൽകുന്നതെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊങ്ങച്ചത്തിൻ്റെ ശൈലികളോട് വിട പറയുക എന്നുള്ളതാണ്. അപ്പോഴേ ജീവിതത്തെ ക്രമീകരിക്കാനാവൂ. മറ്റുള്ളവരെ നോക്കി ജീവിക്കരുത്, നാം നമുക്ക് വേണ്ടി ജീവിക്കണം. അപ്പോഴേ നാം കടത്തിൽ മുങ്ങാതെ മുന്നോട്ട് പോകൂ. നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ മാത്രം കല്യാണ സദ്യകൾ നടത്തുക. വലീമത്തുകൾ ആവശ്യമാണ്, അത് സുന്നത്താണ്. കച്ചവടത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അത് നമ്മുടെ വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ വലീമത്ത് അത്
ഇസ്ലാമിലുള്ള സംഗതി തന്നെയാണ് ഔലിം വലൗബി ഷാത്തിൻ എന്നാണ്. പക്ഷേ കല്യാണ സദ്യകൾ നടത്തുമ്പോൾ അത് നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ നടത്തുക, നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ കടം വരാത്ത രീതിയിൽ നടത്തുക, നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന വാഹനങ്ങൾ മാത്രം വാങ്ങുക, നമ്മെക്കൊണ്ട് സാധ്യമാവുന്ന രീതിയിൽ മാത്രം വീട് വയ്ക്കുക. മറ്റുള്ളവരോട് മത്സരിക്കാൻ നിന്നാൽ കടത്തിൽ മുങ്ങും. മറ്റുള്ളവരോടുള്ള മത്സരം ഒരേ കാര്യത്തിൽ മാത്രം, അത് പരലോക കാര്യത്തിൽ. പരലോക കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുക എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ അസൂയ മൂത്തുള്ള മത്സരമുണ്ടല്ലോ, ഈ ലൗകിക കാര്യങ്ങളിൽ അവനേക്കാൾ ഞാനാണ് വലിയവൻ എന്നറിയിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ, പൊങ്ങച്ചത്തിനിടയിൽ പലപ്പോഴും മനുഷ്യരെ കടക്കാരായി മാറുകയും ജീവഹാനിയിലേക്ക് വരെ അതവനെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സാമ്പത്തിക ബാധ്യതകളിൽ പെട്ടുപോകാതിരിക്കാനുള്ള അതീവ ജാഗ്രതയും ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വളരെ കുറവായിരുന്നു. അതിൽ ഈമാനികമായ പ്രചോദനം, അതുപോലെ തന്നെ സമുദായത്തിൻ്റെ സാമ്പത്തികമായ അച്ചടക്കം, അതെല്ലാം കൊണ്ടാണ് അങ്ങനെയായിരുന്നത്. പക്ഷേ ഇന്ന് അവസ്ഥ മാറി. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ആത്മഹത്യ പോലുള്ള നാശങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ സാധ്യമാവണമെങ്കിൽ തീർച്ചയായും ഈമാനികമായ വളർച്ച കൈവരിക്കാൻ കഴിയണം. ഈമാനികമായ വളർച്ച എപ്പോഴാണ് കൈവരിക്കുക? ഈമാനികമായ വളർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ഖുർആനുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കണമെന്നുള്ളതാണ്. എല്ലാ പ്രതിസന്ധികൾക്കും ഖുർആനിൽ പരിഹാരമുണ്ട്. മാനസികമായി വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ടൊന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പ്രതിസന്ധി നീങ്ങും. ഇത് ഖുർആൻ പറയുന്നതാണ്, ഇത് അള്ളാഹു പറയുന്നതാണ്. ഖുർആൻ പാരായണത്തിലൂടെ, ആശയമറിഞ്ഞുള്ള ഖുർആൻ പഠന മനനങ്ങളിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികൾക്ക് ശമനമുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഈമാനികമായ വളർച്ചയുണ്ടാകും, നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യം ഖുർആൻ നമുക്ക് നൽകും. അതാണ് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതകും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ജനങ്ങളെ, മനുഷ്യരെ, നിശ്ചയം നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള വലിയ ഉപദേശം വന്നിരിക്കുന്നു. അതുപോലെ വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ പ്രതിസന്ധികൾക്കും ശമനമാണ് ഖുർആൻ. എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ശമനമാണ് ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിൽ നിന്ന് നാം ഇറക്കിയ വചനങ്ങൾ അത് ശമനമാണ് എല്ലാ പ്രതിസന്ധികൾക്കും. നമുക്ക് നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ശിഫ ആയിട്ട് ഖുർആൻ കടന്നു വരുന്നു എന്നുള്ളതാണ്. അതാണ് ഖുർആനുമായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിഹാരം എന്ന് പറയുന്നത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ജനങ്ങൾക്ക് ശമനമായിട്ടുള്ളതും വിശ്വാസികൾക്ക് കാരുണ്യമായിട്ടുള്ളതുമാണ് ഖുർആനിൽ നിന്ന് നാം ഇറക്കിയ വചനങ്ങൾ എന്ന് പറയുന്നത്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. പക്ഷേ അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ വരുത്തി വെക്കുകയില്ല ഖുർആൻ. അക്രമികൾക്ക് പരാജയമാണ് ഉണ്ടാക്കുക, വിശ്വാസികൾക്ക് അത് ശമനമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ആത്മഹത്യ പോലുള്ള ദുരന്തങ്ങളിൽ ചാടാതിരിക്കുവാൻ നമ്മുടെ ചെറുപ്പത്തെ നല്ലതുപോലെ നമ്മൾ ബോധവൽക്കരിക്കണം എന്നുള്ളതാണ്. ആത്മഹത്യ പോലെ തന്നെ ഗൗരവത്തിൽ കാണേണ്ടത് രാഷ്ട്രീയ ആത്മഹത്യകളും ഈ കാലഘട്ടത്തിൽ വ്യാപകമായിട്ട് നമ്മൾ കേൾക്കുന്ന ചാവേർ ആക്രമണങ്ങളും സ്ഫോടനങ്ങളുമെല്ലാം ഈ ഗണത്തിലാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക. സഹോദരങ്ങളെ, രാഷ്ട്രീയമായിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ഇന്നത്തെ ദിവസം പോലും നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഫലം കേട്ട സാഹചര്യമാണ്. പക്ഷേ എപ്പോഴും എത്രമാത്രം രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇതിനെയൊക്കെ, ഈ സാഹചര്യത്തെയൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്ന ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. പക്ഷേ ആ വിശ്വാസം യഥാർത്ഥത്തിൽ ഹൃദയത്തിലില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിരോധികളുടെ ചട്ടുകമായിട്ട് അയാൾ മാറുമെന്നുള്ളതാണ്. അവരുടെ കയ്യിൽ ആയുധമായിട്ട് അയാൾ മാറുമെന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പരാജയ ബോധമല്ല, എന്നിട്ടല്ലേ അയാൾ സ്വയം നശിക്കാൻ തയ്യാറാവുക. അയാൾ ഇന്നല്ലെങ്കിൽ നാളെ ജയിക്കും എന്നുള്ള ബോധം നിലനിർത്തുന്നവനാണ്. അയാൾ രാഷ്ട്രീയ ആത്മഹത്യകൾക്കോ അതല്ലെങ്കിൽ ചാവേർ സ്ഫോടനങ്ങൾക്കോ ഒന്നും
അയാൾ മുന്നോട്ട് വരില്ല, ഒരു യഥാർത്ഥ വിശ്വാസി മുന്നോട്ട് വരില്ല. പിന്നെ ആരാണ് ഇത്തരം പൈശാചികതകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാണ് അതിൻ്റെ പിന്നിൽ? നിരീക്ഷകർ പല രീതിയിലും വിലയിരുത്തുന്നുണ്ട്. രാഷ്ട്രീയവും വംശീയവുമായ ലക്ഷ്യങ്ങളോടെ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗൂഢാലോചനകളാണ്, തിരക്കഥകളാണ് ഇതിൻ്റെ പിന്നിലുള്ളെന്ന് പറയുന്ന നിരീക്ഷകർ ധാരാളമുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, ഇത്തരം സ്ഫോടനങ്ങളിലൂടെയെല്ലാം ഇസ്ലാമോഫോബിയ വളർത്താനും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ശക്തിപ്പെടുത്താനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇസ്ലാമിന് അതുകൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ഇത്തരം പ്രവർത്തനങ്ങളൊന്നും ചെയ്യില്ല. രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെയും വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോവാൻ ബോധപൂർവം ആരൊക്കെയോ ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തികൾ എന്നതല്ലാതെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയുക, നമുക്ക് വിലയിരുത്തുക സാധ്യമല്ല. അപ്പോഴും എപ്പോഴും നമ്മൾ പറയും, നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന എല്ലാ രക്തച്ചൊരിച്ചിലുകളും തീർച്ചയായിട്ടും അതേറ്റവും വലിയ പാതകമാണ്. ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. ഖുർആൻ പറഞ്ഞതാണ്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. അന്യായമായിട്ടൊരു മനുഷ്യനെ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. ആർക്കെങ്കിലും മരണക്കയത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് അയാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും രക്ഷപ്പെടുത്തുന്നതിന് തുല്യമായ പുണ്യപ്രവൃത്തിയാണ്. ഒരാൾ അന്യായമായിട്ട് കൊന്നാലോ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമായ ഭീകരപ്രവൃത്തിയാണത്. ഖുർആൻ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ നിലപാടതാണ്. എല്ലാ ഘട്ടത്തിലും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നിലപാടതാണ്. അതേ അവസരം തന്നെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് വീണ്ടും വീണ്ടും രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ നാം വിലയിരുത്തണം. അള്ളാഹു എല്ലാതരം ആത്മഹത്യകളിൽ നിന്നും ചാവേറാക്രമണങ്ങളിൽ നിന്നും നമ്മയും കുടുംബത്തെയും രാജ്യത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങൾ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉണർത്താനുണ്ട്. നമുക്കറിയാം, രാജ്യത്ത് നടക്കുന്ന വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രക്രിയ സജീവമായിട്ട് ഗൗരവത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇത് കേവലം വോട്ടർ പട്ടിക മാത്രമല്ല, ഇത് പൗരത്വത്തിൻ്റെ അടക്കം രേഖയാവാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന പ്രാഥമികമായി ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഈ മസ്ജിദിൻ്റെ സമീപത്ത് താമസിക്കുന്നവരും ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ 62-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുന്നവരും 62-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ഗവൺമെൻറ് സംസ്കൃത കോളേജിലെ 62-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ
അവരിൽ ഇനിയും എന്യൂമറേഷൻ ഫോറം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് ജുമഅയ്ക്ക് ശേഷം 62-ാം ബൂത്തിൽപ്പെട്ട ആളുകൾക്കാണ് 62-ാം ബൂത്തിൻ്റെ ചുമതലയുള്ള BLOയിൽ നിന്ന് ഫോറം നേരിട്ട് കൈപ്പറ്റാവുന്നതാണ്. നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ, പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ BLOയുടെ കൈവശത്ത് നിന്ന് ഈ 62-ാം ബൂത്തിൽപ്പെട്ട ആളുകൾ അവരുടേതായിട്ടുള്ള ഫോറം കൈപ്പറ്റേണ്ടതാണ്. ജമാഅത്ത് പരിപാലന സമിതി അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉണർത്തുകയാണ്. ഇതിപ്പോൾ ഒരു ബൂത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ ആ ബൂത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. ഇത് നമുക്കെല്ലാവർക്കും വളരെ ഗൗരവത്തിൽ ഈ പറയുന്ന SIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറം അത് ഗൗരവത്തിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. അതിനാവശ്യമായ രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ ഈ സമയത്ത് നമ്മൾ സജീവമായിട്ട് പരിഗണിക്കേണ്ടുന്ന വിഷയമാണ്. അല്ലാഹു തആല അശ്രദ്ധയിൽ നിന്ന്, നിസ്സംഗമായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് 62-ാം ബൂത്തിൽപ്പെട്ട ആളുകളാണ് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല വർഗീയ ഫാസിസത്തെ ശാശ്വതമായി നമ്മുടെ നാട്ടിൽ പരാജയപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന നിരാശകളുമെല്ലാം ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വതിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, നല്ല കാലം ജനങ്ങൾക്കിടയിൽ മാറി മാറി വരുമെന്ന ഖുർആനിൻ്റെ വലിയ ഒരു പ്രതീക്ഷയുടെ വചനമുണ്ട്. ആ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവണം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥൻ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവരെയും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ. ഖബറെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ മുതിർന്ന പൗരന്മാരെ, മാതാപിതാക്കളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾ, അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങളിൽ നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ സന്താനങ്ങൾക്ക് തഖ്വയും ഈമാനും നമുക്കും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നല്ല ജീവിത സാഹചര്യങ്ങൾ അല്ലാഹു നമ്മുടെ സന്താനങ്ങൾക്ക് തുറന്നു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അല്ലാഹുവേ, ആത്മഹത്യാ വാർത്തകൾ കേൾക്കുന്നതിൽ നിന്നുമെല്ലാം പടച്ച തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈമാനോടുകൂടി തഖ്വയോടുകൂടി എല്ലാ ക്രൈസിസുകളെയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത്, ഈമാനികമായ തഖ്വാപരമായിട്ടുള്ള കരുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാ പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റദ്ദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയ്യത്തി സ്വഹാബത്തി വസ്വഹാബിയ്യത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ
المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار إنها بئس الدار وبئس المثوى وبئس القرار اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.